എന്താ? നിങ്ങൾ കുറച്ചു മുന്നേ അവിടെ നിക്കണ കണ്ടായിരുന്നു. അതിന് ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും ആണോ? നിങ്ങളുടെ ആരുടെങ്കിലും മാലയിന്ന് പൊട്ടി വീണതാണോ? ഇത് ഞങ്ങളുടെ ഒന്നും അല്ല. പാടി ഇത് പിന്നെ ഏത് കുട്ടിയുടെ ആയിരിക്കും? ആരുടെയോ മാലയിന്ന് പൊട്ടി വീണതാ. വിശുദ്ധ കുരിശ. വഴി കളയാനും പറ്റില്ല. ഏതായാലും എന്റെ കയ്യിലിരിക്കട്ടെ. ആരെങ്കിലും അന്വേഷിച്ചു വരികയാണെങ്കിലേ കൊടുക്കാം. ഇവിടെ പിന്നെ എപ്പോഴും നീറ്റായിരിക്കും. അക്കാര്യത്തില് 5 സുന്ദരകളുടെ അച്ചടക്കം വേറെ ആർക്കുമില്ല. പിള്ളേരിവിടെ ഇല്ലേ? ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇവരുടെയൊക്കെ മുറിയിൽ നോക്കാതിരിക്കുന്നതാ നല്ലത്. നമ്മളെ പേടിപ്പിക്കാൻ പല മാജിക്കും ചെയ്തു വെക്കും. നമ്മുടെ ഹാപ്പി ജേർണി ആയതുകൊണ്ട് എല്ലാവരും മധുരം കഴിച്ചു തുടങ്ങണം. ആരവിന് കൊടുക്കും. ഇത് കഴിച്ചോ. എനിക്ക് വേണ്ട. മേഘയുടെ സ്നാക്സ് പിടിച്ചു വാങ്ങി കഴിക്കുന്നവനാണല്ലോ നീ. ഇന്ന് എന്തു പറ്റി? നീ ഇത് വാങ്ങ്, ഞാനല്ലേ തരുന്നേ. നമ്മൾ ഏത് റൂട്ടിലാ പോകാൻ ഉദ്ദേശിക്കുന്നേ? അന്ന് പോയ അതേ റൂട്ടിൽ പോവാ. നീ ഗൂഗിൾ മാപ്പ് ഇട. അവിടെ കുറച്ച് ഉള്ളിലേക്ക് പോയാ നമ്മുടെ ആരുടെയും മൊബൈലിൽ റേഞ്ച് കിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. ലൊക്കേഷൻ മാപ്പ് പിന്നീട് വർക്കാവില്ല. ഇത്തവണ ആരവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ മാപ്പ് അത് അവന്റെ നാടല്ലേ. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ റൂട്ടും ഇവനറിയാലോ. അന്ന് ഞാനും ആരവും പോയപ്പോ ആരവിന് വഴി തെറ്റിയിരുന്നു. അവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാ ആരവിന് വഴി തെറ്റിയത്. ഹലോ, എന്താ മിണ്ടാതിരിക്കുന്നെ? നിന്റെ പഴയ തമാശകളൊക്കെ എങ്ങോട്ട് പോയി? നീ എന്തെങ്കിലുമൊക്കെ പറയടാ, അല്ലെങ്കിലേ ഈ യാത്ര ഭയങ്കര ബോറടിയായിരിക്കും. കോമഡി ആണെങ്കിൽ ഞാൻ പറയാം. നീ ഇപ്പൊ കോമഡി പറയല്ലേ മേഘേ? ഫുൾ ട്രാജഡിയോ? കളിയാക്കുന്നോ? നിന്നെ പോലുള്ള സോഡാ കുപ്പികളാ പല നല്ല കോമഡികളും ട്രാജഡി ആക്കുന്നേ. എന്നെ സോഡാ കുപ്പിന്ന് വിളിച്ചോണ്ടല്ലോ. വിളിച്ചാൽ എന്താ? നീ വണ്ടി നിർത്തി പുറത്തു ചാടും. ഞാൻ ചാടില്ല, നിന്നെ പൊക്കിയെടുത്ത് പുറത്തോട്ട്. അത്രക്കായോ? എന്നെ പൊക്കാൻ നിന്നെ കൊണ്ടാവില്ല. എന്റെ വെയിറ്റ് 70 കിലോയാണ്. നിനക്കിത് എന്തു പറ്റി? നീ എന്തിനിങ്ങനെ സാഡായിട്ടിരിക്കുന്നെ? ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ആരവ് മൂഡ് ഓഫ്. ആരവേ, ഒരിക്കലും നമ്മൾ ഒന്നിച്ചു പോയിട്ട് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലത്തേക്കല്ലേ നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ നീ സന്തോഷിക്കല്ലേ വേണ്ടത്. പിന്നെ എന്തിനാ ഈ മുഖം? മുത്തച്ഛന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ടല്ലേ നിങ്ങളുടെ ഈ യാത്ര. അതാ എന്റെ ടെൻഷൻ. അക്കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഇല്ലാത്ത ടെൻഷൻ നിനക്കെന്തിനാ? യാത്രക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? മുത്തശ്ശൻ പോകരുതെന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങള് മുത്തശ്ശൻ അറിയാതെ പോയിട്ടുണ്ടല്ലോ. അന്നൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതെ, ഈ സ്ഥലത്തേക്ക് നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ പോകുന്നത്. ഒരിക്കൽ നമ്മൾ എല്ലാവരും ആ സ്ഥലത്തേക്ക് പോയതല്ലേ, പിന്നെന്തിനാ ടെൻഷൻ? ആ സ്ഥലം എനിക്ക് കണ്ടാ പോലും അറിയാത്ത സ്ഥിതിയിലായെന്നാ കേട്ടത്. നിന്റെ നാട് ഏത് സ്ഥിതിയിലാണെങ്കിലും ആ നാടും നിന്റെ വീടുണ്ടായിരുന്ന സ്ഥലവും
കാണാനുള്ള ത്രില്ലിലാ ഞങ്ങള്. ആ സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായിട്ടിപ്പോ 1 വർഷം കഴിഞ്ഞില്ലേ? ചിലപ്പോ റീബിൽഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. അപ്പോ നിന്നെ നിന്റെ അമ്മേനെ അറിയുന്ന ആരെങ്കിലും അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം. ടൈം പാസിന് എന്തെങ്കിലും കഴിക്കാം. ഓ എടി, നീ ഇപ്പൊ കഴിച്ചതല്ലേ ഉള്ളൂ. അതിനെന്താ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ട് ലഞ്ച് കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇവളുടെ ഒരു കാര്യം.